നമുക്കിന്നൊരു റൈസ് തയ്യാറാക്കിയാലോ? സോസൊന്നും ചേർക്കാത്ത റൈസാട്ടോ. എൻ്റെ മോന് ഞാനിത് ബിരിയാണിയാണോ ഫ്രൈഡ് റൈസ് ആണൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നൊരു റെസിപ്പിയാണ്. ഉടനെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പുണ്ട്. ലഞ്ചിനും ഡിന്നറിനും ഒക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നൊരു റൈസ്. ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ നെയ്യാണ് ഒഴിച്ചേക്കുന്നത്. നിങ്ങൾക്ക് നെയ്ക്ക് പകരം വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിൽ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഇവിടെ ക്യാബേജും ക്യാരറ്റും സവാളയും ബീൻസും ഒക്കെയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് വേണമെങ്കിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികൾ വേറെ എന്തെങ്കിലും ചേർക്കാം. അതിനുശേഷം ഉപ്പ് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന്. പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളിയും ചേർത്ത് തക്കാളി ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും മുട്ട ചേർക്കണം. മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. മുട്ട ചേർക്കുമ്പോൾ എഗ് റൈസായി, വെജ് എഗ് റൈസായി. മുട്ട ചേർത്തില്ലെങ്കിൽ വെജ് റൈസായി, അത്രയുള്ള വ്യത്യാസം. ഇനി മുട്ട നന്നായിട്ട് ചിക്കി എടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാധാ വീട്ടിൽ വെക്കുന്ന അരിയുടെ ചോറാണ് ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസോ അല്ലെങ്കിൽ ബിരിയാണി റൈസോ ഏത് വേണമെങ്കിലും ഒക്കെ ചേർക്കാം. അപ്പോൾ നമ്മൾ വേഗമൊക്കെ തയ്യാറാക്കുമ്പോൾ ഇത് തന്നെ കേട്ടോ എളുപ്പം. ഞാൻ ട്രൈ ചെയ്ത് നോക്കണേ.